ഞാനൊരു സാധാരണ ഊള മെക്കാനിക്ക്. അതേപോലാണോ കനമച്ചമ്പ ഒരു പോലീസ് ഓഫീസർ, ഗൗരവക്കാരൻ, മുൻകോവക്കാരൻ, നല്ല വിദ്യാഭ്യാസമുള്ള ആള്. ആ ഗൗരവക്കാരന്റെ ഭാര്യ ഞാൻ. ഇവിടെ ഏട്ടന് കൊമ്പൊന്നുമില്ലല്ലോ. ഏട്ടൻ വന്ന് എന്നോട് വേണ്ട ഈ കാര്യം ചേച്ചി എടുത്ത് പറഞ്ഞപ്പോ ചേച്ചി എന്താ പറഞ്ഞത്? കനമച്ചമ്പ ഇന്ത്യയിലെ പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് വാശിയില്ലേ? ഞാനൊരു പെണ്ണല്ലേ? അപ്പൊ ഏട്ടൻ വന്ന് എന്നോട് വേണ്ടട്ടെ. നമ്മള് കൊടനാളക്കാര് സ്നേഹത്തിന് മുമ്പിൽ തോറ്റു കൊടുത്തിട്ട് പല പ്രാവശ്യം തോറ്റു കൊടുത്തിട്ടുണ്ട് ചേച്ചാ. ഇനി അത് പറ്റത്തില്ല കേട്ടല്ലോ. എന്നാലും ഇല്ല. ഇതുപോലെ എന്റെ അടുത്ത് ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ ചെന്ന് അവിടെ ചെന്ന് പറ. ലിലിപ്പനോട് പോയി മിണ്ടാൻ പറ. ചെല്ലി പോയി പറ. ഇത് പറ്റത്തില്ലല്ലേ? എന്റെ ലില്ലിപ്പണ്ണ ഇങ്ങനൊന്നും അല്ല. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവരെല്ലാരും കൂടെ എന്നെ ഇങ്ങനെ ആക്കും. എന്തൊരു പാവമായിരുന്നു ഞാൻ. എന്നോട് മിണ്ടണമെന്നുള്ളത് ഇങ്ങോട്ട് വരട്ടെ. ഒരു സന്തോഷ വാർത്ത. എന്താടാ? കനമച്ചപ്പയ്ക്ക് മലപ്പുറത്തോട്ട് ട്രാൻസ്ഫർ ആയെന്ന്. എന്ത് ട്രാൻസ്ഫർ? ആന്നേ, ഞാൻ പണി കഴിഞ്ഞ കൂടെ സുരേഷ് സാറിനെ റോഡ് വെച്ചിട്ടുണ്ട്. സുരേഷ് സാറാ പറഞ്ഞത് അച്ഛപ്പ എന്നെ എന്താ ആവശ്യമായിട്ടൊക്കെ കണ്ട് നിൽക്കാന്ന് പറയുന്നിട്ട്. എനിക്ക് വിശ്വാസമൊന്നുമില്ല. അത് വല്ല സ്പെഷ്യൽ ഡ്യൂട്ടി വല്ലായിരിക്കും. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡ്യൂട്ടി ആവത്തില്ല. അതൊക്കെ പറയാനുള്ള സാമാന്യ വിദ്യാഭ്യാസം എനിക്കുണ്ട്. സ്ഥലമാറ്റമായി മലപ്പുറത്തായി ഡ്യൂട്ടി, അത്രേ ഉള്ളൂ. ഇവിടെ ആൾക്കാരൊക്കെ കിടക്കുമ്പോ മലപ്പുറത്തോട്ട് പോയാൽ എന്ത് ചെയ്യും? എനിക്ക് പിന്നെ ജോലി രാജിവെച്ച ആൾക്കാരോട് ഇവിടെ നിന്നേച്ചാലും പറ്റാ എല്ലാവരുടെ സമാധാനം കൊടുക്കുമല്ലോ. എത്ര എന്താ കുറവ് ഒന്നും അറിയത്തില്ല. അതെ, മിണ്ടാതെ അങ്ങോട്ട് പോയിട്ട് രണ്ട് രാജ്യങ്ങൾ പോലെ ഇന്നേ. അപ്പൊ ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് പിണക്കമെല്ലാം മാറി രണ്ടുപേരുടെ അമ്മയും മരുമകളോടെ സങ്കടപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ ഒതുങ്ങുമായിരിക്കും. പക്ഷെ അന്യായത്തിലോട്ട് തങ്കം ഒരിക്കലും ചേരൂല. അവനെവിടെ പോയാലും എനിക്ക് കുഴപ്പമില്ല. അത്രയുണ്ട്. ഒന്നേ ആര് പറഞ്ഞതാ പറഞ്ഞ? സുരേഷ് സാറ് അറിയോ? പച്ചമട്ടോടെ ജോലി ചെയ്യുന്ന ആള്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചു പോയി. DGPയുടെ നമ്പരോടെ വിളിച്ചു നോക്കിയേ. പറയുന്നതിൽ ഒരുമാതിരി പൊട്ടരാക്കാൻ. കഴിക്കാൻ തരുന്നുണ്ട്. എത്ര ഈ ഉള്ളി എരിയുമ്പോൾ കണ്ണ് കറയാതിരിക്കാൻ ഒരു ശകലം പീച്ചെടുത്ത് അതിൻ്റെ തുമ്പത്തിങ്ങനെ വെച്ചാൽ മതി. ഇത് ഉള്ളി എറിഞ്ഞിട്ടാണ് ഇത് കണ്ണിന്ന് വെള്ളം വരുന്നത്. പിന്നെ എന്തിനാ കറിയുന്നത്? എന്തിനാ കറിയണെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? ഇല്ല. എന്റെ ആങ്ങളെ പോവല്ലേ? എന്നിട്ട് നേരത്തെ അതെല്ലാം പറഞ്ഞ ആരും എവിടെ പോലെ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ചാൻസിലാണ്ട് കൂട്ടിയോടെ. എന്നിട്ട് അതങ്ങനെയൊക്കെ ഞാൻ പറയും. എന്റെ ആങ്ങളെ പോട്ടെ. ഞാൻ പറയുന്നത് അങ്ങേര് മലപ്പുറത്തോ ഡൽഹിയിലോ അങ്ങ് പാകിസ്ഥാനിലോ പോയി ജോലി ചെയ്യണം സ്വസ്ഥമായിട്ട്. ആ മാസം പൈസ അയച്ചു കൊടുത്താൽ മതിയല്ലോ. സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റൂല. അവനെന്താ സമാധാനക്കുറവ്? അവനെ ജീവനും തുല്യം സ്നേഹിക്കുന്ന ആൾക്കാരെ ഇവിടെ ഉള്ളത്. ഈ ജീവനുള്ള സ്നേഹിക്കുന്ന ആൾക്കാർ എത്ര ദിവസമായി ആ ഭാഗത്തോട്ട് മിണ്ടിയിട്ട്? അവൻ എന്നോടൊന്നും വന്ന് മിണ്ടാൻ പാടില്ല. അവൻ മിണ്ടണ നോക്കിയാൽ എത്ര നേരെ നിൽക്കണേന്ന് അറിയാം. ഈ പറഞ്ഞത് നിങ്ങൾക്ക് പോയി മെച്ചപ്പെടുത്തൊന്നും മിണ്ടാൻ പറ്റത്തില്ലേ? നിങ്ങളിവിടെ വെറുതെ ഇരിക്കില്ല. അങ്ങനെ ജോലിക്ക് വന്നില്ലേ? അത് പറ്റൂലേ? ഭാര്യ മിണ്ടുന്നില്ല, അമ്മ മിണ്ടുന്നില്ല, നിങ്ങൾ മിണ്ടുന്നില്ല. രക്ഷപ്പെടട്ടെ. ഞാനിവിടെ പോവാം. അവിടെ പോയി മലപ്പുറത്ത് നല്ല വെറൈറ്റി ഫുഡൊക്കെ കിട്ടും. വർക്ക്ഷോപ്പ് പണി ചെയ്ത് മതി. അവൻ എങ്ങോട്ടും പോവില്ല. സർക്കാർ ഓർഡർ നിരോധിക്കും. നിങ്ങൾ ആര് കഴിക്കാൻ വല്ലതും ഉണ്ടോ? എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടാണ്. കഴിക്കാനൊന്നുമില്ല, പൊക്കോ.